അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രകഥ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യ സാറയെയും ലൂത്ത് നബിയെയും കൂട്ടി ബാബിലോണിൽ നിന്നും അവർ പുറപ്പെട്ടു. അവർ ഒത്തിരി കാലം മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു. ലൂത്ത് നബി സൊഡോം നഗരത്തിലേക്ക് പോവാൻ തീരുമാനിച്ചു. ചാവുകടലിൻ്റെ പടിഞ്ഞാറൻ തീരത്തായിരുന്നു സൊഡോം നഗരം. പക്ഷേ അവിടെയുള്ളവരെല്ലാം വളരെ മോശപ്പെട്ടവരായിരുന്നു. പക്ഷേ അതിലൂടെ യാത്ര ചെയ്യുന്നവരെ അവർ ആക്രമിക്കുമായിരുന്നു. സൊഡോം ജനതയുടെ മറ്റൊരു ബലഹീനതയായിരുന്നു പുരുഷന്മാരുമായി ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നു എന്നത്. ഈ പ്രകൃതിവിരുദ്ധ പാപം പിന്നീട് സൊഡോമി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ആ രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ ഉയർന്നു തുടങ്ങിയപ്പോൾ അള്ളാഹു തൻ്റെ ദൂതനായ ലൂത്ത് നബിയെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ആ ജനതയിലേക്ക് അയച്ചു. ഈ നീചപ്രവൃത്തികൾ ഒഴിവാക്കുവാൻ ലൂത്ത് നബി അവരോട് ഉപദേശിച്ചു. പക്ഷേ അവരത് ചെവിക്കൊണ്ടില്ല. അപ്പോൾ ലൂത്ത് നബി അവരെ അള്ളാഹുവിൻ്റെ ശിക്ഷകളെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ അവർ ലൂത്ത് നബിയോട് നഗരം വിട്ട് പുറത്തു പോകുവാൻ ഭീഷണിപ്പെടുത്തി. ലൂത്ത് നബി വളരെ ദുഃഖിതനായി. സൊഡോം നഗരത്തിൻ്റെ ഈ നീചപ്രവൃത്തി നാടെങ്ങും പാട്ടായി. എങ്കിലും ലൂത്ത് നബി തൻ്റെ ദൗത്യം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടും ലൂത്ത് നബി തൻ്റെ ദൗത്യം തുടർന്നുകൊണ്ടിരുന്നു. ലൂത്ത് നബിയുടെ കുടുംബമല്ലാതെ വേറെ ആരും അദ്ദേഹത്തെ അനുസരിച്ചില്ല. സ്വന്തം കുടുംബത്തിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും അദ്ദേഹത്തിൽ വിശ്വസിച്ചു. വളരെ കുറച്ചു പേർ മാത്രമേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടുള്ളൂ. വീടിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും അദ്ദേഹത്തിന് വളരെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. അദ്ദേഹം വളരെ ദയയോടും വളരെ ക്ഷമയോടും കൂടി വീണ്ടും ജനങ്ങളെ ഉപദേശിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആരും അദ്ദേഹത്തെ പിന്തുടരാൻ തയ്യാറായില്ല. നീ പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഞങ്ങളിലേക്ക് ഇറക്കി കാണിക്കൂ എന്നവർ പറഞ്ഞു. എല്ലാ അവഗണനകൾക്കും ഇടയിൽ ലൂത്ത് നബിക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അള്ളാഹു ആ നഗരം നശിപ്പിക്കുവാനായി മലക്കുകളെ അയച്ചു. അങ്ങനെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ ഇബ്രാഹിം നബിയുടെ വീട്ടിലെത്തി. ഇബ്രാഹിം നബിക്കും ഭാര്യ സാറാ ബീവിക്കും വളരെ പ്രായമായിരുന്നു. മലക്കുകളെ തൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കുവാൻ ക്ഷണിക്കുകയും അവർ ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. അവർ മലക്കുകൾക്ക് വറുത്ത കാളക്കുട്ടിയുടെ മാംസം നൽകി. എന്നാൽ അവർ ആഹാരം കഴിക്കുക പോലും ഉണ്ടായിരുന്നില്ല. ഇബ്രാഹിം നബി അത് ശ്രദ്ധിച്ചു. അദ്ദേഹം ഭയപ്പെട്ടു. ഞങ്ങൾ മലക്കുകളാണെന്ന് അവർ ഇബ്രാഹിം നബിയെ അറിയിച്ചു. സാറ ഉടൻ ഒരു ഗർഭിണിയാകുമെന്നും ഉടൻ തന്നെ ഒരു കുഞ്ഞിന് മാതാവാകുമെന്നും അവർ ഇബ്രാഹിം നബിയെ അറിയിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ പ്രവാചകനും തൻ്റെ ഭാര്യയും അതിയായി സന്തോഷിച്ചു. നിങ്ങൾക്ക് ജനിക്കുന്ന പുത്രനെ ഇസ്ഹാഖ് എന്ന് പേര് നൽകണമെന്ന് അവർ പറഞ്ഞു. എന്നിട്ട് മലക്കുകൾ സൊഡോം നഗരത്തിലേക്ക് നടന്നു. അങ്ങനെ അവർ ആ നഗരത്തിലെത്തി. മലക്കുകളെ ആദ്യം കണ്ടത് ലൂത്ത് നബിയുടെ മകളായിരുന്നു. അവൾ നദിയിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സുമുഖരായ മനുഷ്യരെ കണ്ടപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു. ഇത്രയും സുമുഖനായ ആളുകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും ഭംഗിയുള്ളവർ ഈ ഭൂമുഖത്ത് ഉണ്ടെന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. ഇവിടെ വിശ്രമിക്കാൻ വല്ല ഇടവും ഉണ്ടാവുമോ എന്ന് അവർ അവളോട് ചോദിച്ചു. ലൂത്ത് നബിയുടെ മകൾ അവരോട് അവിടെ തന്നെ നിൽക്കുവാൻ പറഞ്ഞു. കാരണം നഗരത്തിലെ ജനങ്ങൾ അവരെ കണ്ടാൽ ഉപദ്രവിച്ചേക്കും എന്ന് കരുതി എന്നവൾ പേടിച്ചു. അവൾ വെള്ളമെടുക്കുവാനുള്ള കുടം അവിടെ തന്നെ വെച്ച് വീട്ടിലേക്ക് ഓടിപ്പോയി. അവൾ വീട്ടിലെത്തി ബാപ്പയോട്, അതായത് ലൂത്ത് നബിയോട് കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. നഗരത്തിൽ 3 സുമുഖരായ മനുഷ്യന്മാർ വന്നിട്ടുണ്ട്. ഇത്രയും ഭംഗിയുള്ളവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് കേട്ട് ലൂത്ത് നബി ഭയപ്പെട്ടു. അദ്ദേഹം അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആ വന്നിരിക്കുന്നത് മലക്കുകളാണെന്ന് ലൂത്ത് നബിക്ക് മനസ്സിലായി. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ലൂത്ത് നബി അവരോട് ചോദിച്ചു. എന്നാൽ അതിനൊന്നും മറുപടി നൽകാതെ മലക്കുകൾ ലൂത്ത് നബിയോട് ചോദിച്ചു, ഇന്ന് താങ്കളുടെ വീട്ടിൽ താമസിക്കുവാൻ ഞങ്ങൾക്കൊരിടം നൽകുമോ? ലൂത്ത് നബി ധർമ്മസങ്കടത്തിലായി. വീട്ടിൽ താമസിപ്പിച്ചാൽ അവർക്ക് വരുന്ന
ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ലൂത്ത് നബി ഭയപ്പെട്ടു. എന്നാൽ അവരെ നല്ലപോലെ സ്വീകരിക്കണമെന്ന് ലൂത്ത് നബിക്ക് ആഗ്രഹവും ഉണ്ടായിരുന്നു. എന്നാൽ ലൂത്ത് നബി അവരോട് പറഞ്ഞു, നിങ്ങൾ രാത്രി വരെ ഈ നദീതീരത്ത് ആരുടെയും കണ്ണിൽപ്പെടാതെ ഇവിടെ നിൽക്കണമെന്ന് ലൂത്ത് നബി അവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ രാത്രിയായപ്പോൾ ലൂത്ത് നബി അവരെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. എന്നാൽ ലൂത്ത് നബിയുടെ ഭാര്യ ഈ കാഴ്ച കണ്ടപ്പോൾ ആരോടും ഒന്നും പറയാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്നാൽ ഇതാരും ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്നാൽ അവൾ നഗരനിവാസികളുടെ അടുത്തു ചെന്ന് 3 സുമുഖനായ ആളുകൾ തങ്ങളുടെ വീട്ടിൽ എത്തിയിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. ആ വാർത്ത വളരെ പെട്ടെന്ന് തന്നെ ആ ഗ്രാമം മുഴുവനും അറിഞ്ഞു. തൻ്റെ വീടിൻ്റെ നേരെ ജനങ്ങൾ വരുന്നത് കണ്ട് ലൂത്ത് നബി ഭയപ്പെട്ടു. അപ്പോഴാണ് തൻ്റെ ഭാര്യ വീട്ടിൽ ഇല്ലാത്തത് അവർ ശ്രദ്ധിച്ചത്. അങ്ങനെ തൻ്റെ ഭാര്യ ചെയ്ത കൊടും ചതി അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ആകെ വിഷമത്തിലായി. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ വാതിലുകളെല്ലാം അടച്ചു. എന്നാൽ നഗരനിവാസികൾ വാതിന് മുൻപിൽ വന്ന് ബഹളമുണ്ടാക്കി തുടങ്ങി. എന്നാൽ ലൂത്ത് നബി തൻ്റെ അതിഥികളെ വെറുതെ വിടുവാനായി അവരോട് അപേക്ഷിച്ചു. എന്നാൽ ലൂത്ത് നബിയുടെ വാക്കുകൾ അവർ ഒട്ടും ചെവിക്കൊണ്ടില്ല. അവർ അദ്ദേഹത്തെ പരിഹസിച്ചു. അവർ വാതിൽ പൊളിച്ചു അകത്ത് കടന്നു. പക്ഷേ ലൂത്ത് നബി മലക്കുകളെ സംരക്ഷിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അവരുടെ മുമ്പിൽ നിസ്സഹായനായി നിൽക്കേണ്ടി വന്നു. തൻ്റെ അതിഥികളെ സംരക്ഷിക്കുവാൻ കഴിയാത്തതിൽ അദ്ദേഹം വളരെയധികം വിഷമത്തിലായി. ലൂത്ത് നബിയുടെ ഈ നിസ്സഹായ അവസ്ഥ കണ്ടപ്പോൾ മലക്കുകൾ ലൂത്ത് നബിയോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ അള്ളാഹു പറഞ്ഞയച്ച മലക്കുകളാണ്. ഈ മനുഷ്യന്മാർ നിന്നെ ഒന്നും ചെയ്യില്ല, നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ. ഇത് കേട്ട് ജനങ്ങൾ ലൂത്ത് നബിയുടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. അവർ പേടിച്ചു ഭയന്നു സ്വന്തം വീടുകളിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് മലക്കുകൾ ലൂത്ത് നബിയോട് സൂര്യൻ ഉദിക്കും മുമ്പ് ഇവിടം വിട്ട് പുറത്തു പോകുവാൻ കൽപ്പിച്ചു. കൂടെ വേണ്ടപ്പെട്ടവരെ വിളിക്കുവാനും തൻ്റെ അവിശ്വാസിയായ ഭാര്യയെ ഒഴിവാക്കുവാനും അവർ ആവശ്യപ്പെട്ടു. അങ്ങനെ ലൂത്ത് നബിയും 2 പെൺമക്കളും ആ നഗരം വിട്ട് സൂര്യൻ ഉദിക്കും മുമ്പേ മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്തു. പ്രഭാതം പുലർന്നപ്പോൾ ഏറ്റവും നശിച്ച നഗരത്തെ അള്ളാഹു തകർത്തിരുന്നു. ആദ്യം അള്ളാഹു വലിയൊരു ഭൂകമ്പം അയച്ചു. ആ ശക്തി പട്ടണത്തെ മുഴുവൻ ഉയർത്തിക്കൊണ്ട് തള്ളിയിട്ടു. പിന്നെ ആ പട്ടണത്തിലേക്ക് അള്ളാഹു ഒരു വൻ ചുഴലിക്കാറ്റിനെ അയച്ചു. പ്രവാചകന്റെ ഭാര്യയുൾപ്പെടെ എല്ലാവരും ആ കൊടുങ്കാറ്റിൽ നശിപ്പിക്കപ്പെട്ടു. സൊഡോം പട്ടണം നശിപ്പിക്കപ്പെട്ടു. പ്രവാചകനും പെൺമക്കളും അല്ലാതെ ആരും അവിടെ അതിജീവിച്ചില്ല. ലൂത്ത് നബി തൻ്റെ അമ്മാവനായ ഇബ്രാഹിം നബിയെ കാണുവാൻ പോയി. അദ്ദേഹം അവരെ സന്ദർശിച്ചു. സൊഡോമിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർ പറഞ്ഞു. എന്നാൽ മലക്കുകൾ ഇബ്രാഹിം നബിക്ക് വളരെ മുൻപ് തന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു. പിന്നീട് അവർ ഇരുവരും ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. ഈ ചരിത്രകഥ ഇവിടെ ചുരുക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ചരിത്രകഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.